അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ബസ് വന്നിട്ട് ഇന്തോനേഷ്യയിൽ ഒമ്നി കൊടുന്നിരിക്കുകയാണ്. അപ്പോൾ ഒമ്നിക്ക് നല്ല സ്പീഡൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ടൂറ് വേണ്ട, അങ്ങോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലൊക്കെ പോവാം. ഒമ്നിയായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒന്ന് എന്താ ഡോറ് രണ്ടാമത്തേനെന്താ രണ്ടാമത്തേൻ്റെ രണ്ട് ഈ രണ്ടാമത്തേൻ്റെ മൂന്നാമത്തേൻ്റെ ക്ലാസ് തുടങ്ങി. രണ്ടാമത്തേലൊന്നുമില്ലേ, വെറുതെ വെച്ചൊക്കെ നോക്കും. നമുക്കിതൊന്നും നോക്കണ്ട, നമുക്ക് പോവാം. നമുക്ക് നല്ല സ്പീഡിൽ പറപ്പിച്ച് ബ്രേക്ക്. ഞാനതൊന്ന് സെറ്റ് ചെയ്യട്ടെ സെറ്റിങ്സിൽ. ശരി, അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടാവും. നമുക്ക് പറപ്പിച്ച് വിടാം. യൂണില്ല വണ്ടി കൊടുക്കത്തെ സ്പീഡാണ് ഒന്നിക്ക്. ഒന്നി തൊട്ടാ പറയ്ക്കലും. നമുക്ക് സീറ്റിൻ്റെ ഒന്ന് നോക്കട്ടെ. ഡ്രൈവറിൻ്റെ സീറ്റൊന്ന് മുന്നിക്ക് നിൽക്കണം. മേലക്കല്ല അടിക്കല്ല, മുന്നിക്ക് കുറച്ച് മുന്നിക്ക്. ഇത്ര മുന്നിക്കുകളോ? ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് സെറ്റാക്കി വണ്ടി ഓടിക്കാം. സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നൈസായിട്ടൊരു സ്ഥലം വരെ പോവാം. ഒരഞ്ഞ് ഇത് MG കോമറ്റ് പോകണം. MG കോമറ്റ് ഈ വണ്ടിയുടെ പേര് ഞാൻ കണ്ടുപിടിച്ച്. MG കോമറ്റ്. ഞാൻ മറന്നു പോയതാണെന്ന് പറയാൻ. MG കോമറ്റൊക്കെ നമ്മളെ മുമ്പിൽ എന്ത്, നമ്മൾ കാട്ടിയുടെ സ്പീഡ് പോലെയും നമ്മൾ പറന്നു പോകണം. MG കോമറ്റൊക്കെ നോക്ക് അയ്യോ ഡോർ ഓർക്കല്ലേ. ഞാനവിടെ ഡോറിൻ്റെ ഇത് നോക്കിയിരുന്നു. വണ്ടി നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ടൊന്ന് പോവാം. ബസ്സുകാരനൊക്കെ നോക്കി വന്നൂടെ? കാര്യം നമ്മളാണ് നോക്കേണ്ടി വരുന്നത്. നമുക്ക് പറപ്പിച്ചു നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം. അതിൻ്റെ ഡ്രിഫ്റ്റിങ് പറപ്പിച്ചു ആരെ നോക്കണം പറപ്പിച്ചിട്ട് എൻ്റെ കൺട്രോൾ ചെയ്യുന്ന പോകുന്നുണ്ട്. പക്ഷെ നല്ല സ്പീഡും ഉണ്ട്. ബെസ്റ്റ് ഇപ്പോൾ പോയിരുന്നു ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയത്. ഇതെന്താ സൈഡ് മിറർ നോക്കിയേ? എൻ്റെ സൈഡ് മിററിന് എന്തോ പറ്റി ഗൈസ്. ഇപ്പുറത്തെ സൈഡ് മിററിന് അപ്പുറത്തെ സൈഡ് മിററിന് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്. നമുക്കതൊന്നും നോക്കണ്ട, നമുക്ക് പറപ്പിച്ച് വിട്ടാൽ മതി. പറഞ്ഞിട്ട് ചവിട്ടിനവിടെ ചവിട്ടും. ആക്സിലേറ്ററിന് കൈ വിടണ്ട. ആക്സിലേറ്ററിന് കൈ വിടണ്ട, പറപ്പിച്ച് വിടാം. നമുക്ക് ബസ്സുകാരെ
കാണിക്കണു ബ്രോ? ഞാനല്ല, അവരെന്തോട്ട് കാണിക്കണം. വണ്ടിയുടെ ലുക്കൊന്നും നോക്കട്ടെ. നല്ല നമ്മളെ വണ്ടി ഉണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. ഇതാണ് 2 ഇടിച്ച ബസ്സുകൾ. ഇവർക്കൊക്കെ മര്യാദക്ക് വണ്ടി ഇടിച്ചൂടെ? അങ്ങനെ ഇടിക്കാനും പിടിക്കാനൊക്കെ നിൽക്കണം. ഇടിക്കാനൊക്കെ നിൽക്കണം. വണ്ടി ഇടിച്ച് മൊത്തം വളയെന്നാ തോന്നുന്നു. അയ്യോ, വണ്ടി ഇങ്ങോട്ട് വളക്കുമ്പോൾ അങ്ങോട്ടൊക്കെയല്ലോ പോകണം. ഉറപ്പിച്ച് പോകും. അയ്യോ, വീണ്ടുണ്ട് ഓരോരുത്തർ. രാവിലെ പ്ലേറ്റ് ഓഫ് ചെയ്യാം. എന്തായാലും മാറിയേരും. മാറിത്താട്ട് പറപ്പിച്ച്. നമ്മൾ ഒന്നിൽ 2-3 പേഷ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് കാണില്ല. നമ്മൾ അതാണ് പറപ്പിച്ചു വിടണം. MVD ഒന്ന് പിടിച്ചാൽ ഞാൻ പറഞ്ഞോളൂ പേഷ്യൻസ് ഉണ്ടാവും. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളൂ. ഞാനല്ല സെറ്റ് ചെയ്തോട്ട്. അതടിപൊളി. ഇത് കഴിഞ്ഞാൽ വണ്ടി മൊത്തം റിപ്പയർ ചെയ്യണം. എൻജിന്, വണ്ടിയുടെ ബോഡി, പിന്നെ വണ്ടി എന്താ അങ്ങനെ കുറേ ചെയ്യണം. കുറേ പണിയുണ്ട് ഈ വണ്ടിമേ. പിന്നെ ഈ വണ്ടിയിൽ അയ്യോ, ഞാൻ ലൈസൻസ് വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. ഇതെന്താ ലോഡിംഗ് മാപ്പ് വന്നാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും സീനില്ല. കുറച്ചുകൊണ്ട് ഓടിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന് വേഗം ലോഡിംഗ് മാപ്പ് വേഗം വന്നു. പുതിയതോ വയനാട് ടൂറ് പോവാൻ ഇതിൽ കൂടെ കയറാൻ പറ്റില്ല. പോയിരുന്നു ആരാണ് എൻ്റെ കയറ്റണേ? ഞാൻ സമ്മതിക്കൂല. ഓവർടേക്ക് ചെയ്ത് തന്നെ പോവാൻ. അവനെ ഞാൻ ആരെ കട്ടിച്ചിട്ടല്ല. ഞാൻ സമ്മതിക്കൂല. പറപ്പിക്കുവാപ്പാ. അയ്യോ, ഞാനല്ലേ പറപ്പിക്കണം. മാറി അല്ല, പിന്നെ നമ്മളോട് കളി. ഇന്നോവൊക്കെ ഒന്ന് മാറിന്നേ. അതാനാ പോകുന്ന. ഒന്ന് ഓണൊക്കെ അടിച്ചൂടെ? എന്താണ് ബ്രോ ഇങ്ങനെ? ഓണൊക്കെ അടിച്ചൂടെ? പറപ്പിച്ചു. ഇവിടെ വണ്ടി ബ്രേക്ക്. നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇന്നോവ ഇവിടെ പോണു. ഇന്നോവ തൂട്ടിക്ക് പോയി. വണ്ടി എനിക്ക് നിർത്ത്. ഞാൻ പോലീസാണ്. അപ്പോൾ ഞാൻ വണ്ടി ലൈസൻസ് ഒക്കെ വേണം. അയ്യോ, എന്തോ വീണു. വണ്ടി റിവേഴ്സ് എടുക്കല്ലേ. ഇന്നോവക്കാരാ ജീവൻ വേണമെങ്കിൽ റിവേഴ്സ് എടുത്തോ. ലോറിയാണ് ഇങ്ങനെ വരുന്നത്. ആള് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ലോറിക്ക് എന്ത് വെയിറ്റാ? എന്തിട്ടും നീങ്ങണില്ല. ഓടിക്കോ. അങ്ങോട്ടല്ലേ നോക്കാരെ റിവേഴ്സ് എടുക്ക്. ഞാൻ ഇപ്പം ചാമ. ഓടിക്കോ. ഞാൻ ഇപ്പം ചാമ. ഇപ്പം ഒരു അടിപൊളി. ഇന്നോവ ക്രഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ. അപ്പം നമുക്ക് നൈസായിട്ട് നമ്മളെ വണ്ടി എടുത്ത് പോവാം. ഇവരൊക്കെ എന്തൊട്ട് ആൾക്കാരാണ്. അയ്യോ, മഴ പെയ്തു. നമുക്ക് കുറച്ച് വൈപ്പർ ഇടയില്ല. ഒരു വൈപ്പർ ഒടിഞ്ഞ പോലെ അപ്പുറത്തെ സൈഡിൽ വണ്ടി എന്താ അവിടെ ബ്രേക്ക് ഇട്ട്. അപ്പം നമുക്കൊന്ന് ഓഫ് റോഡ് പോവാം. ധാരവാട റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഓഫ് റോഡ് പോകുന്ന ഇല്ല. മാറിത്തരൂ. ഇവിടെ റോഡില്ല. അയ്യോ, ഇവിടെ റോഡില്ല. ഇതിൽ ഇങ്ങനെ പോകാൻ പറ്റുമോ? നമ്മൾ പവർ കണ്ടില്ലേ? ഈ
ലെഫ്റ്റ് ഓടിച്ചാൽ നല്ല പണി കിട്ടും. റിവേഴ്സ് എടുത്ത് പോവാം. വണ്ടി പൊളിയാണ്. ലേറ്റൊക്കെ പോയി എന്നുള്ളൂ, അല്ലാണ്ട് വേറൊരു പ്രശ്നമില്ല നമ്മളെ വണ്ടിക്ക്. അത്രക്കും അടിപൊളിയാണ് നമ്മളെ വണ്ടി. ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ, പറപ്പിച്ചു വിടാൻ. അവിടുത്തെ ബ്ലോക്ക് കഴിഞ്ഞില്ലേ ഇതുവരെ. താവും ഇവിടുത്തെ കൊക്കേക്ക്. ചേട്ടാ പോയിട്ട് അവിടെ എന്താ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് വന്നു. ഞങ്ങൾക്ക് പറപ്പിച്ചു പോകും പറഞ്ഞ് വെറുതെ ഇടിക്കണ്ടായിരുന്നു. മലക്ക് ഷോട്ടിങ് ചെയ്യാം. മല കയറാൻ പറ്റില്ല, പോലീസ് പനിയായിട്ട് ചിലപ്പോൾ കയറി പറപ്പിച്ചു പറക്കട്ടെ. അങ്ങോട്ട് പറക്കട്ടെ. ഏതൊരു ഡോറ് തുറന്നു വെക്കണം. ഇതൊരു ഈ ഡോറ് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടാ. ഇതൊക്കെ ആരാ പറഞ്ഞില്ല, എല്ലാരും പറഞ്ഞില്ല. ഇതെന്തത് ഇത് കാണില്ലേ, കണിക്കൊന്നേ കഴിക്കാം. വണ്ടി കുടുങ്ങിയ കണ്ട നമ്മളെ വണ്ടിയുടെ പവർ ഉണ്ടാക്കാൻ അങ്ങനെ വീണിട്ട് ഒരു കുഴപ്പമില്ലാത്ത പോലെ പോണോക്ക്. വളരെ വലിയ കാനിയാണ് ഇവിടെ അടച്ചിരിക്കുന്നത്. അതുപോലെ വണ്ടി വന്നിട്ട് പോയാലും കാനിക്കും. ആ ബൈക്കൊക്കെ പോകണമെന്ന് ആലോചിച്ച് നോക്കിയാൽ പോകും. ബൈക്ക് അവിടെ എടുക്കുമ്പോൾ എണീക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു